ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം സങ്കീർത്തനം 103 അധ്യായം അതിൻ്റെ 12 വാക്യം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മെ അകറ്റിയിരിക്കുന്നു. ഒരു വേർഷൻ പറയുന്നു, കിഴക്കിന് പടിഞ്ഞാറ് എത്ര അകൽച്ചയോ അത്രമാത്രം ദൂരത്തിൽ ദൈവം നമ്മുടെ പാപങ്ങളെ അകറ്റിയിരിക്കുന്നു എന്ന്. കിഴക്കിനും പടിഞ്ഞാറിനും ആർക്കെങ്കിലും ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാമോ? പറ്റത്തില്ല. കാരണം ഒരു സൈഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, മറ്റൊരു സൈഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വി കനോട്ട് മെഷർ എനി കൈൻഡ് ഓഫ് എ ഡിസ്റ്റൻസ്. അത്ര അകൽച്ചയിൽ ദൈവം നമ്മുടെ പാപങ്ങൾ ദൈവം അകറ്റും. എപ്പോൾ നാം വളരെ സത്യസന്ധതയോട് കൂടി നുറുങ്ങിയ ഹൃദയത്തോടുകൂടി അയ്യോ ഞാൻ ചെയ്തത് പാപം, ഞാൻ പാപിയായ മനുഷ്യൻ, ഈ പാപത്തോട് ഞാൻ ജീവിച്ചാൽ ദൈവത്തോട് എനിക്കൊരു ബന്ധമുണ്ടാകത്തില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കത്തില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തില്ല, എൻ്റെ ജീവിതത്തിൽ പാപവും ശാപവും എന്നെ പിന്തുടരും, ഇതിലിരുന്ന് എനിക്കൊരു വിടുതൽ ആവശ്യമെന്ന് നുറുങ്ങിയ ഹൃദയത്തോടു കൂടി ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ ദൈവം അത് ക്ഷമിച്ച് അതിന് മൂലമായിട്ട് വരുന്ന പ്രോബ്ലംസ് ദൈവം നമ്മെ എടുത്ത് കളയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ നോക്കുന്നു. ഒരു ചിലർ വന്നിട്ട് വളരെ ക്ലവർ എന്ന് അവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ കാട്ടിൽ വലിയ ബുദ്ധിമാൻ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ വന്നിട്ട് താൽക്കാലികമായിട്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ദൈവത്തോട് ക്ഷമ ചോദിച്ച് വീണ്ടും അവർ ആ പാപ വഴിയിൽ ചെല്ലുന്നു. അങ്ങനെ അല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ ദൈവം കാണുന്നു. നാം യഥാർത്ഥത്തിൽ നമുക്കൊരു പശ്ചാത്താപം ഉണ്ടോ? യഥാർത്ഥത്തിൽ നാം ആർ വി റിയലി റിഗ്രറ്റിംഗ് ഫോർ ദാറ്റ് എന്ന് ദൈവം ചിന്തിക്കുന്നു. വിശുദ്ധ പത്രോസിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ 3 പ്രാവശ്യം എന്നെ പറയും എന്ന് ദൈവം പറഞ്ഞ് അങ്ങനെ തന്നെ സംഭവിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ തെറ്റ് മനസ്സിലായി ദൈവത്തോട് കൂടി ശരിക്കും കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് ക്ഷമ ചോദിച്ചു. അതാണ് ഒരു യഥാർത്ഥ ഒരു പശ്ചാത്താപം. അതേപോലെ ദാവീദും കൂടി ആദാൻ പ്രവാചകൻ അദ്ദേഹം ചെയ്ത പാപത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലിരുന്ന് എടുത്ത് കളയരുതേ എന്ന് പറഞ്ഞ് ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നാം വായിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാമും കൂടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഈ ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ മതി. ഈ ദൈവം നമ്മുടെ പാപത്തിനെ ഉദയത്തിന് അസ്തമത്തിന് എത്ര ദൂരമോ കിഴക്കുന്ന് പടിഞ്ഞാറിന് എത്ര ദൂരമോ അത്ര അകൽച്ചയിൽ ദൈവം ഇട്ട് കളയും. മീക 7 അധ്യായം 19 വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ ഭക്തൻ പറയുന്നു, കടലിൻ ആഴത്തിൽ ദൈവം നമ്മുടെ പാപത്തെ എടുത്ത് ഇട്ട് കളയുമെന്ന്. എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു തിങ് വന്നിട്ട് നാം കടലിൽ ആഴത്തിൽ നാം ഇട്ട് കളഞ്ഞാൽ അത് തിരിച്ചെടുക്കുന്നത് സാധ്യമേ അല്ല. അതേപോലെ ദൈവം നമ്മുടെ പാപത്തെ ഇട്ട് കളയും. പ്രിയമുള്ളവരെ, പിന്നെ ഒരിക്കലും ദൈവം ആ പാപത്തെക്കുറിച്ച് ചിന്തിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ആ പാപം മുഖാന്തരമായിട്ട് ആ ഒരു കോൺസിക്വൻസസ് നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല എന്നത് അധികം നിശ്ചയമായിരിക്കുന്നു. ഒരു ചിലർ നോക്കുമ്പോൾ അവർ അതിൻ്റെ അവർ ചെയ്ത പാപങ്ങൾ, അവരുടെ യൗവന കാലങ്ങൾ, കടന്ന കാലങ്ങൾ, അവരുടെ പാസ്റ്റ് വന്നിട്ട് പാപം നിറഞ്ഞ പടിയാൽ ആ ഒരു കുറ്റബോധത്തോടെ ഒരു ഗിൽറ്റി ഫീലിങ്ങോട് കൂടി ഓരോ ദിവസം കരഞ്ഞ് അവർ ജീവിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒന്നും നാം ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര, ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോടു കൂടി മാപ്പ് അപേക്ഷിക്കുമ്പോൾ ദൈവം യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളെ വിടുവിക്കും. ആ പാപത്തിൽ നിന്ന് ദൈവം വിടുവിക്കും. ആ ദൈവത്താൽ മാത്രമേ അത് കഴിയൂ. കാരണം ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മെ വിടുവിക്കുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ ദൈവം നമുക്ക് വേണ്ടി ബലിയായി തീർന്നിരിക്കുന്നു. ഒരിക്കലും ദൈവം അത് ചിന്തിക്കത്തേയില്ല. എത്ര വലിയ പാപമായി ഇരുന്നാലും ഇന്നും നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നാം ആ പാപം എന്ന് അറിഞ്ഞ് ദൈവത്തോട് ഏറ്റുപറയണം. ദൈവത്തോട് ക്ഷമ അപേക്ഷിക്കുമ്പോൾ ദൈവം അത് ക്ഷമിക്കും.
പിന്നെ ഒരിക്കലും ദൈവം അത് നമ്മെ ഓർക്കത്തുമില്ല. ദൈവം ആ ഒരു കാര്യം പറഞ്ഞ് നമ്മെ കുറ്റപ്പെടുത്തത്തുമില്ല. ചില മനുഷ്യർ വേണമെങ്കിൽ നീ ഇന്ന പാപം ചെയ്തിട്ടുണ്ട്, ഇന്ന കുറവ് ചെയ്തിട്ടുണ്ട്, നീ പാപിയായ മനുഷ്യൻ, നീ പാപിയായ ഒരു മനുഷ്യ എന്ന് കുറ്റപ്പെടുത്താം. പക്ഷെ ദൈവത്തിൽ നിന്ന് അങ്ങനെ ഒരിക്കലും വരത്തില്ല. അതേ സമയത്തിൽ സാത്താനും പിശാചും കൂടി നമ്മുടെ കടന്ന കാലങ്ങൾ കാണിച്ച് നീ ഇത്ര വലിയ പാപി, ഇപ്പോൾ വലിയ യോഗ്യനോ എന്ന് നമ്മെ കുറ്റപ്പെടുത്താം. എപ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുന്നു, അത് വരുന്നത് പിശാചിലിരുന്ന് എന്നൊരു കാര്യത്തെ ഇന്ന് നാം മറന്നു പോകണ്ട. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം സത്യം എനിക്കറിയത്തില്ല. അദ്ദേഹം ഒരു ദിവസം തൻ്റെ പ്രെയർ റൂമിൽ ഇരിക്കുമ്പോൾ സാത്താൻ അവിടെ പ്രത്യക്ഷമായിട്ട് ഇറങ്ങി വന്നു. അവൻ വന്ന് പറഞ്ഞു, നീ ഇന്ന് മാന്യൻ, വലിയ പ്രാർത്ഥനക്കാരൻ, പക്ഷെ നിന്നെ എനിക്കറിയത്തില്ല, നിൻ്റെ കഴിഞ്ഞ കാലത്തിൽ നീ ഇന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് ആ സാത്താൻ ലിസ്റ്റ് ചെയ്ത് ഓരോ പാപങ്ങളും ഓരോരോ നമ്പറായിട്ട് ഇട്ട് എഴുതി. സാത്താനോട് ചോദിച്ചു, നീ പറഞ്ഞു കഴിഞ്ഞോ? അതേ എന്ന് പറഞ്ഞ് ഒരു ദേഷ്യത്തോടെ നോക്കി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഇരുന്ന് ഒരു റെഡ് ഇങ്ക് എടുത്ത് ആ ലിസ്റ്റ് ചെയ്ത പാവങ്ങളുടെ മുകളിൽ ഒഴിച്ചപ്പോൾ ആ ഇങ്ക് ഫുള്ളായിട്ട് കവറി ആ എഴുതിയതൊന്നും കാണാൻ പറ്റാണ്ടായി. അദ്ദേഹം ശാസ്ത്രജ്ഞനോട് പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളെ നീക്കി നമ്മെ ശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1:7 അപ്രകാരമായിട്ട് പറയുന്നു. നാം പാപി തന്നെ, ഒരു കാലത്തിൽ പാപം ചെയ്തവർ തന്നെ. പക്ഷേ ദൈവം കാൽവരി ക്രൂശിൽ നമ്മുടെ സ്ഥാനത്തിൽ മരിച്ച് തൻ പാപം ചെയ്യാത്ത ആ പരിശുദ്ധ രക്തത്തിനെ നമുക്ക് വേണ്ടി ഒഴുക്കി നമുക്ക് വിടുതൽ തന്നിരിക്കുന്നു. ആ എപ്പടിയാൽ ആ പാപത്തിൽ നിന്ന് നമുക്ക് വിടുതലുണ്ട്. എത്ര വലിയ പാപം ചെയ്തിരുന്നാലും ആ പാപത്തിൽ നമുക്ക് വിടുതലുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ദൈവം നാം എത്ര പാപം ചെയ്താലും ദൈവം അത് ക്ഷമിക്കും എന്ന് പറയുന്നത് സത്യം തന്നെ. നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരെ ഏതൊരു സിറ്റുവേഷനിലും നാം ദൈവത്തെ നോക്കി ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം അത് ക്ഷമിക്കും. ആ കള്ളൻ അവസാന സെക്കൻഡിൽ ദൈവത്തെ നോക്കി എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ അവൻ രക്ഷ പ്രാപിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സിറ്റുവേഷനിലും നാം അങ്ങനെ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യും. പക്ഷേ നമുക്ക് ഒരു കെയർഫുള്ളായിട്ട് ഇരിക്കണം. എൻ്റെ അടുത്ത് ഒരു ആൻറ്റി എന്നോട് കൂടി സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ആരോ ഇവർക്കെതിരായിട്ട് മന്ത്രവാദം ചെയ്യുന്നു എന്ന് ഇവർ വിശ്വസിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഇതൊക്കെ മാറണമെങ്കിൽ ഞാൻ പോയി തിരിച്ചവർക്ക് വേണ്ടി മന്ത്രവാദം ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, ആൻറ്റി, ഇത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ഒരു കാര്യമല്ല, ഇത് ചെയ്യുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അത് സാരമില്ല, ഇത് ചെയ്തിട്ട് ദൈവത്തോടൊന്ന് ക്ഷമ ചോദിച്ചാൽ മതി, ദൈവം അങ്ങ് ക്ഷമിച്ചേക്കുമെന്ന്. ഇന്ന് അനേകരങ്ങനെയാണ് ദൈവത്തെക്കാട്ടിൽ വലിയ ക്ലവർ, ബുദ്ധിശാലി എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ അവസരമില്ലാതെ ജീവിച്ചു പോയി. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കോവിഡിലൊക്കെ വരുന്നത് എപ്പോൾ വേണമെങ്കിലും മരണം നമ്മെ സംഭവിക്കാം. ഇറ്റ്സ് നോട്ട് വെരി ഷുവർ വി വിൽ ഗെറ്റ് എ ചാൻസ് ടു ആസ്ക് ഫർഗിവ്നെസ് ടു ഗോഡ്. അതുകൊണ്ട് നാം വളരെ ജാഗ്രതയായിരിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തെ സ്വയ പരിശോധിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും നാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കൂടി ക്ഷമ ചോദിക്കണം. പ്രിയമുള്ളവരെ, അതേപോലെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ച് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പാപം മഹാഭയങ്കരമായ ഒരു കാര്യം. നെവർ ആൻഡ് എവർ ഗെറ്റ് ഇൻ ടു ഇറ്റ്, നെവർ ആൻഡ് എവർ പ്ലേ വിത്ത് ഇറ്റ്സ്. ആ ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ടുവരും. കളിക്ക് വേണ്ടി പാപ സ്വഭാവങ്ങൾ ശീലിച്ച് എത്ര പേർ അതിൻ്റെ അടിമത്തനത്തിലിരുന്ന് പുറമേ വരാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്നു. എത്രയോ പേരുടെ ജീവിതത്തിൽ അവർ ഈ ചെറുപ്രായത്തിൽ അവർ ചെയ്ത പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങളും ശാപങ്ങളും വലിയ പ്രയാസങ്ങളും വലിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നത് എൻ്റെ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ മുഖാന്തരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കഴിയുന്നതും പാപത്തിൽ നിന്ന് നാം അകന്ന് നിൽക്കുക. നമ്മൾ കഴിയുന്നത്രയും പാപ സ്വഭാവങ്ങൾ നമ്മിൽ കാണപ്പെടാതെ അതിൽ നിന്ന് അകന്ന് മാറി നിൽക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ കടന്ന കാലങ്ങളിൽ എത്ര പാപം ചെയ്ത് നമുക്കൊരു കുറ്റബോധം നമ്മെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം,
പാപത്തെ വെറുക്കുന്ന ദൈവം, പാപികളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ മതി, ദൈവം കടലിൻ ആഴത്തിൽ നമ്മുടെ പാപത്തെ കൊണ്ട് ഇടും. കിഴക്കിനും പടിഞ്ഞാറിനും എത്ര ദൂരമോ അത്ര ദൂരത്തിൽ ഇടും. അസ്തമത്തിനും ഉദയത്തിനും എത്ര ദൂരമോ അത്ര ദൂരത്തിൽ നിങ്ങൾക്ക് ഇട്ട് പിന്നെ ആ പാപത്തിലൊരു കാര്യമേ നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല. ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് നാം കഴിയുന്നതും പാപം ചെയ്യാതെ, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാം. നാം ചെയ്ത പാപങ്ങൾ ദൈവത്തോട് ഏറ്റുചെന്ന് ഒരു പുതിയ ജീവിതത്തോടെ, ഒരു വിശുദ്ധിയുള്ള ജീവിതത്തിൽ ജീവിക്കുവാൻ നാമെ ഏൽപ്പിച്ചു കൊടുക്കാം. മുടങ്ങാതെ വേദവചനം വായിക്കും, മുടങ്ങാതെ പ്രാർത്ഥിക്കും, ഭക്തി മാർഗത്തിലും ദൈവഭയത്തിലും ദൈവത്തെ അനുസരിച്ചും ദൈവത്തോട് ചേർന്ന് ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഇതോടുകൂടി ഇന്നത്തെ ചിന്തയെ ഞാൻ ഇവിടെ നിർത്തുന്നു. വീണ്ടും മറ്റൊരു ചിന്തയിൽ വരുന്നവരെ ഞാൻ പ്രാർത്ഥന കൊണ്ട് കൂടെ നിർത്തുന്നു. നിങ്ങൾ ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.